ഇനി മറിയത്തുനിന്ന് എങ്ങനെ ശരീരം സ്വീകരിച്ചു അതൊരു സംശയമാണ്. ചിലരൊക്കെ ഇത് പെന്തക്കോസ്ത് പോലത്തുള്ളൊരു സംശയമാണ്. അതായത് ചിലരൊക്കെ പറയുമ്പോഴേ മറിയത്തിൽ നിന്ന് ശരീരത്തിന്റെ സ്ത്രീ XY ക്രോമസോം, അപ്പൊ XS ക്രോമസോമേ ആരിലുള്ളൂ? മറിയത്തിലുള്ളൂ. യേശുക്രിസ്തു ആണെങ്കിൽ പുരുഷനാണ്, XY ക്രോമസോം വേണം. എവിടുന്ന് വന്നു Y ക്രോമസോം? അതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറിയത്തിൽ നിന്ന് അണ്ടം സ്വീകരിച്ചു, അപ്പൊ ബാക്കി ഭാഗം പുരുഷന്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് നിന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പല രഹസ്യങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലെ ആളുകൾ സംശയിപ്പിക്കുന്നതിന് വേണ്ടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുറന്നു പറഞ്ഞത്, സംശയം വേണ്ടി പറയുന്നുണ്ട്. യഥാർത്ഥത്തില് മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു, ഇത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ. അപ്പൊ പുരുഷൻ എങ്ങനെയാ പുരുഷനാവുന്നത്? പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ. മറിയം ചോദിക്കുക. അതിന് ഒറ്റ ഉത്തരം കേൾപ്പരുതെന്ന് പറഞ്ഞുള്ളൂ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പുരുഷന്റെ ഭാവം എവിടെ വന്നു എന്ന് വെച്ചാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് അവിടെ തന്നെ സ്പോട്ടിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ XY ക്രോമസോം എന്ന കാര്യമൊക്കെ പറയണത് നമുക്ക് സംശയം തോന്നും, ഇതെങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അന്നേ പരിശുദ്ധാത്മാവ് വചനത്തിൽ എഴുതി വെച്ചു ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നതിന്റെ ഉത്തരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ സ്ത്രീയുടെ ഒരു മനുഷ്യരുടെ ആവശ്യമാണ്. ഇവിടെ സ്ത്രീ മതി, പുരുഷൻ വേണ്ടാന്ന് ദൈവം ആഗ്രഹിച്ചു. അതാണ് സംഭവിച്ചത്. കാരണം മറിയത്തും ശരീരം സ്വീകരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് പുരുഷന്റെ റോളൊന്നും ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്, മനുഷ്യനല്ല. മനുഷ്യന്റെ റോള് ചെയ്യാം. അങ്ങനെ ഒരു രഹസ്യമുള്ളത് കൊണ്ട് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. അതെ, ദാവീദിന്റെ സന്തതിയാണ്. അതുകൊണ്ടാണ് അത് ഞാൻ പറയാം. സംഖ്യ 36 വിവാഹിതര അവകാശം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഒരു യഹൂദ നിയമം അനുസരിച്ചിട്ട് ഒന്നാമത്തെ ആ ഏരിയയിൽ 2 ഗോത്രമേ ഉള്ളൂ. ഏതാണ്? യൂദാ ഗോത്രവും അതുപോലെ തന്നെ ലേവി ഗോത്രം. ബാക്കിയെല്ലാം ചിതറിക്കപ്പെട്ടു. ഇസ്രായേൽക്കാരില്ല, ബാക്കിയെല്ലാം ചിതറിക്കപ്പെട്ടു. ഈ 2 ഗോത്രം അവിടെ ഉള്ളൂ. ഇനി സംഖ്യയുടെ പുസ്തകം ഒരു നിയമം പറയുന്നുണ്ട്. ആ നിയമമാണ് ഒരു പുരുഷനും സ്ത്രീക്കും യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തികൾക്കും മക്കളുണ്ടായി. മക്കൾ മുഴുവൻ പെൺകുട്ടികളായി. അപ്പൊ എന്ത് ചെയ്യും? ഇവർക്ക് അവകാശം കൈമാറി പോണതാ. അവകാശം കൈമാറി പോകുമ്പോൾ ഈ പെൺകുട്ടികളുടെ അവകാശം ആർക്ക് പോകും? വേറെ ഗോത്രത്തെ ആൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോത്രത്തിന്റെ അവകാശം ആ ഗോത്രത്തേക്ക് പോകും. മനസ്സിലായ? അപ്പൊ ഈ ഗോത്രത്തിന്റെ അവകാശം ആ ഗോത്രത്തേക്ക് പോയാൽ ഇവിടെ സ്ഥലം നഷ്ടപ്പെടും, അവകാശങ്ങൾ നഷ്ടപ്പെടും, സ്ഥലം നഷ്ടപ്പെടും, ഭൂമി നഷ്ടപ്പെടും. അവര് കാനാന്തേശം വിഭജിച്ചിരിക്കുന്ന. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം കിടക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് ഒരു കുടുംബത്തിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കുടുംബത്തിലെ ആ തറവാട്ടിലെ ആളുകൾ വേണം അവരെ കല്യാണം കഴിക്കാൻ. അതായത് മറിയം ഏക പെൺകുട്ടിയാണ്. മറിയത്തിന്റെ അപ്പനും അമ്മയ്ക്കും ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ, മറിയം. ആ മറിയത്തിന് വേറെ ഗോത്രത്തിലെ ആൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ അവകാശം ആ ഗോത്രത്തേക്ക് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ കല്യാണം കഴിക്കണം. അതാണ് ഈ റൂത്തിന്റെ കഥയിലൊക്കെ പറയുന്നുണ്ട്. ബോവാസ് പറയുന്നുണ്ട്, ഇന്ന ആൾക്കാർ ശരിക്കും അവകാശം വരുന്നത് അവ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ആൺമക്കളുണ്ടെങ്കിൽ, സഹോദരന്മാരുണ്ടെങ്കിൽ ഈ അവകാശം ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും, സഹോദരന്മാർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ അവകാശം എണ്ണുമ്പോഴും ഇതുപോലെയാണ്. അവകാശം എണ്ണുമ്പോഴും ഈ ഉണ്ടാകുന്ന ഈ ഗോത്രത്തിന്റെ അവകാശം ബോവാസ് പറയുന്നുണ്ട്. പിന്നെ ബോവാസ് വേറൊരാൾക്ക് അവകാശം പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ എൻ്റെ പിതൃഗോത്രത്തിലെ അവകാശം എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, ബോവാസ് വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവകാശം ഇപ്പൊ ജോസഫ് മറിയത്തെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോസഫിന്റെ വീട്ടിലത്തെ അവകാശം ജോസഫോട് ഉപേക്ഷിക്കണം, മറിയത്തിന്റെ അപ്പൻ്റെ അമ്മയുടെ അവകാശം എടുക്കണം.
അപ്പൊ പിന്നെ ജോസഫിന്റെ അപ്പന്റെ അമ്മയുടെയും പേര് മറിയത്തിന്റെ അപ്പന്റെ അമ്മയുടെ പേരായിരിക്കും എഴുതിയിരിക്കുക. അവിടുത്തെ ആൺകുട്ടിയായിട്ട് എഴുതിയിരിക്കുക. അതാണ് യഹൂദന്മാരുടെ നിയമം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ 2 വംശാവലി കിടക്കുന്നത്. ഒന്ന് ലൂക്കായുടെ സുവിശേഷത്തിലും 2 മത്തായിയുടെ സുവിശേഷത്തിലും. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും 2 വംശാവലി കിടക്കുന്നത് ഇപ്രകാരം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാരുടെ വേണ്ടി എഴുതപ്പെട്ടതാ. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഉള്ള നിയമം അനുസരിച്ചുള്ള വംശാവലി എഴുതി. അങ്ങനെ എഴുതുമ്പോൾ അവിടെയുള്ള ഈ പറയുന്ന ഈ നിയമം അനുസരിച്ച് പല ഗോത്രങ്ങളും മാറി മാറി വരും. അതായത് അവകാശം മാറി മാറി വരും. അപ്പോൾ ദാവീദിന്റെ പുത്രനായ സോളമന്റെ വംശപരമ്പരയിലാണ് യേശു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ജോസഫിന്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് എന്ന് പറയുമ്പോൾ മറിയത്തിന്റെ അപ്പന്റെ പേര് പറയുന്നത് ജോസഫിന്റെ അപ്പന്റെ പേര് പറയുന്നത് മറിയത്തിന്റെ അപ്പന്റെ പേരാണ് എന്നൊരു അങ്ങനെ ഒരു സംഭവം. അപ്പൊ അതല്ലാതെ ലൂക്കായുടെ വിശേഷത്തിലെ വംശാവലി എഴുതിയിരിക്കുന്നതിലാണ് മറിയത്തിന്റെ വംശാവലി എന്നാണ് ഒരു വാദം. അപ്പൊ ഇതില് യഥാർത്ഥത്തില് 3 വാദങ്ങൾ അതിനുള്ളത്. ഒന്ന്, യഹൂദ ഗോത്രത്തിന്റെ വംശാവലി പാരമ്പര്യത്തിന്റെ നിയമം അനുസരിച്ച് എഴുതിയത് കൊണ്ട് ആ ഒരു വംശാവലി പാരമ്പര്യം, അത് ബയോളജിക്കൽ ഫാദർ അല്ല. പിന്നെ ജോസഫിന്റെ വംശാവലിയിൽ പറയുമ്പോൾ ജോസഫിന്റെ അപ്പൻ അമ്മയും ബയോളജിക്കലി അല്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ ദത്തെടുത്തിരിക്കുന്ന പാരമ്പര്യമാണ് എന്നാണ് മത്തായി വിശേഷത്തിൽ പറയുന്നത്. വേറൊരു നിയമമുണ്ടല്ലോ, ഒരു അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടായില്ല, എന്നിട്ട് അപ്പൻ മരിച്ചുപോയി. അപ്പൻ്റെ അനിയൻ അവളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്ന കൊച്ചിൻ്റെ അപ്പൻ ആരാണ്? യഹൂദ നിയമപ്രകാരം മരിച്ചുപോയ അപ്പൻ്റെ പേരിൽ അറിയപ്പെടും. മനസ്സിലാവുന്നില്ല? അപ്പൊ യഹൂദന്മാർക്ക് എഴുതിയ മത്തായിയുടെ സുവിശേഷത്തില് ജോസഫിന്റെ അപ്പന്റെ പേര് മാറാൻ കാരണം അത് ബയോളജിക്കലല്ല, അവരെ യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് അപ്പൻ മരിച്ചുപോയ അപ്പന് വേണ്ടി ഉണ്ടായ മകനാണ് ജോസഫ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ലൂക്കായുടെ സുവിശേഷത്തിലെ വിജാതിയർക്ക് എഴുതിയ സുവിശേഷമാണ്. അതുകൊണ്ട് അതിൽ ബയോളജിക്കൽ ഫാദറിനെ എഴുതുക, യഹൂദ നിയമം ബാധകല്ല. അങ്ങനെയാണ് ഒരെണ്ണം പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇതാണ്, മറിയത്തിന്റെ വംശാവലി എഴുതിയത് കൊണ്ട് മറിയത്തിന്റെ അപ്പൻ്റെ അമ്മയുടെയും പേരാണ് എഴുതിയിരിക്കുന്നത് എന്ന രീതിയിലാണ് മറ്റൊരു പാരമ്പര്യം. അമ്മയുടെ എല്ലാ അപ്പൻ്റെ പേര്, അതാണ് മറ്റൊരു പാരമ്പര്യം. മൂന്നാമതൊരു പാരമ്പര്യം പറയുന്നത് മത്തായിക്ക് അറിയാവുന്ന വംശാവലി മത്തായി എഴുതി, ലൂക്കായ്ക്ക് അറിയാവുന്ന വംശാവലി ലൂക്ക എഴുതി. കൂടുതൽ സാധ്യത ലൂക്കായുടെ ആയിരിക്കും. കാരണം ലൂക്ക ചരിത്രപരമായി അന്വേഷിച്ച് എഴുതുന്ന വ്യക്തിയാണ്. മാതാവിനോട് ചോദിച്ചിട്ടായിരിക്കും എഴുതിയില്ലായിരിക്കുക. പക്ഷെ മത്തായി ശ്ലീഹ ആൾക്ക് കിട്ടിയ അറിവായിരിക്കും എഴുതിയില്ലായിരിക്കുക എന്നുള്ള പാരമ്പര്യവും ഉണ്ട്. എന്തൊക്കെയായാലും വംശാവലിയിൽ നിഗളിക്കണ്ട എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്നത്. മത്തായി സുവിശേഷം അതാണ് ഉദ്ദേശിച്ചത്. 5 സ്ത്രീകൾ ആ വംശാവലി ഉൾപ്പെടുത്തി. യഹൂദന്മാരങ്ങനെ ചെയ്യില്ല. അതിൽ 4 സ്ത്രീകളും വഴിപഴച്ചവരാണ്, 5ാമത്തത് കന്യാകുമാരി. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അല്ലെങ്കിൽ റൂത്ത് വിജാതി സ്ത്രീയാണ്. അപ്പം അങ്ങനെ സംഭവത്തിലെ പറയുന്നത്. ലൂക്ക സുവിശേഷകൻ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അബ്രാഹത്തിന് നിൽക്കണ്ട, മൂളിക്ക് പൊക്കോട്ടെ, ആദം വരെ എത്തിക്കോട്ടെ, എല്ലാവർക്കും ഉള്ളതാണ് യേശുക്രിസ്തു എന്നാണ് ലൂക്കായുടെ വംശാവലിയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മനസ്സിലാക്കാതെ നമ്മൾ വ്യാഖ്യാനിക്കാൻ പോയാൽ നമ്മൾ വെറുതെ ആ വംശാവലിമ പിടിച്ച് അവർക്കില്ലാത്ത വ്യഗ്രത നമുക്കായി. അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, ദാവീദിന്റെ സന്തതിയിൽ നിന്നാണ് യേശു ജനിച്ചത്. റോമ 1:3. ആരാണ് ദാവീദിന്റെ സന്തതി? മറിയമാണ്. ഇത് ലേവ്യ ഗോത്രത്തിലേക്ക് ആക്കാനുള്ള ശ്രമം ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നല്ല, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന്. കാരണം ഈസാ നബി ജനിച്ചത് മോശയുടെ ഹാറൂന്റെ സഹോദരി ഇമ്രാന്റെ മകളുമായ മറിയത്തിൽ നിന്നാണ്. അത് ലേവ്യ ഗോത്രമാണ്. ക്രിസ്ത്യാനികൾക്ക് ദാവീദിന്റെ ഗോത്രമാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു മറിയം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് തെറ്റുന്നുണ്ട്. അമ്രേമിന്റെ മകൾ മോശയുടെയും ഹാറൂണിന്റെയും സഹോദരിയായി മിറിയാം പുറപ്പാടിന്റെ പുസ്തകത്തിലുണ്ട്. അതുമായിട്ട് ഈ മറിയം തെറ്റിപ്പോകുന്നുണ്ട്. അതിന്റെ ഫലമായി ഹാറൂണിന്റെ സഹോദരിയും ഇമ്രാന്റെ മകളുമായ മറിയത്തിൽ നിന്ന് യേശുക്രിസ്തു ജനിച്ചു എന്നാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലേവി ഗോത്രത്തിൽ ആക്കുവാനായിട്ട്
നമ്മുടെ മേൽ, ക്രിസ്ത്യാനികളുടെ മേൽ ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ചരിത്രത്തിന് വിരുദ്ധമായിട്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഏകദേശം ഒരു 2000 കൊല്ലം പഴക്കമുള്ള യേശു ക്രിസ്തു ജനിക്കുന്നത് 2000 കൊല്ലം മുമ്പുള്ള മോശയുടെ, അഹറോന്റെ സഹോദരിയായ മിറിയാമിൽ നിന്നാണ്. ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തപ്പ് പൊട്ടി പാടിയ മിറിയാം, ആ മറിയത്തിനെയാണ് ഇവിടെ മറിയായിട്ട് തെറ്റിദ്ധരിച്ച് അപ്പൻ്റെ അമ്മയുടെയും പേര് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അബിയ ഗണത്തിൽപ്പെട്ട, അഹറോന്റെ പാരമ്പര്യത്തിലുള്ള അബിയ ഗണത്തിൽപ്പെട്ട എലിസബത്ത് ചർച്ചക്കാരിയാണ്. അമ്മ വഴി വേറെ ഒന്ന് കല്യാണം കഴിക്കാം. പക്ഷേ ഒറ്റ പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ കഴിക്കാൻ പറ്റാത്തുള്ളൂ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം. ലേവി ഗോത്രം, സക്രിയയുടെ മകനാണ്. അതുകൊണ്ടാണ് ഈ പൗരോഹിത്യം കൈമാറി എന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. യേശു ക്രിസ്തുവിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ, സ്നാപയോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ പൗരോഹിത്യം കൂടി അവിടെ വെച്ച് സ്നാപയോഹന്നാനിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് യേശു ക്രിസ്തു ചെയ്തത്, പുതിയ പൗരോഹിത്യത്തിലേക്ക് വരാനായിട്ട് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പൗരോഹിത്യത്തിന്റെ പൂർണ്ണത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമേ, അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി പരിശുദ്ധ അമ്മയോട് കൂടെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ ലഭിച്ച ആ വലിയ ദൈവിക ബോധ്യങ്ങൾ ഞങ്ങളെ ഹൃദയങ്ങളിൽ നിറയപ്പെടുവാനായി ഞങ്ങൾ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, മാതാവി അമ്മയുടെ ഉലരത്തിലേക്ക് സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. ശാന്തമായിട്ടിരിക്കാം. 4 ഡോഗ്മയാണ്, 4 വിശ്വാസ സത്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ളത്. ഒന്നാമത്തത് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണ്. രണ്ടാമത്തത് പരിശുദ്ധ കന്യാമറിയം നിത്യകന്യകയാണ്. മൂന്നാമത്തത് പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ്. നാലാമത്തത് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവമാതാവ് എന്ന് പറയാൻ കാരണം? ബൈബിളിലൊരു വചനമുണ്ട്, ഇതാ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്ക് വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി. ആരാ പറയുന്നത്? എലിസബത്താണ് പറഞ്ഞതെങ്കിലും പരിശുദ്ധാത്മാവിൽ പ്രേരിതമായിട്ട് പറയുന്നു. അപ്പോൾ ഈശോയുടെ അമ്മയായ മറിയത്തെ നോക്കിക്കൊണ്ട് ദൈവമാതാവ് എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമ്മളുള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവെന്ന് പറയാൻ സാധ്യമല്ല. അപ്പൊ ഇത് എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്? മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ ശിശു ദൈവമാണോ? ദൈവമാണ്. മനുഷ്യനാണോ? മനുഷ്യനാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണോ? അതേ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അങ്ങനെയെങ്കിൽ അത് എപ്രകാരം ഒന്നായിരിക്കുന്നു? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ വേർതിരിക്കാനാവാത്തവണ്ണം, ഇത് ദൈവം ഇത് മനുഷ്യൻ എന്നും വേർതിരിക്കാൻ പറ്റാത്തവണ്ണം ഒന്നായിരിക്കുന്നു. അപ്പോൾ കല്ലറയിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ശരീരം ദൈവമാണെന്ന് പറയുന്നത് പോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കിടക്കുന്ന ആ മനുഷ്യ കുഞ്ഞ് ദൈവമാണ്. ഇങ്ങനെ ദൈവമാണെന്ന് പറയുമ്പോൾ അവൾ തിയോടോക്കോസ് ആണ്, ദൈവത്തെയാണ് ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൾ പ്രസവിച്ചത് ദൈവത്തെയാണ്. അതുകൊണ്ട് അവൾ ദൈവമാതാവാണ്. മറിയത്ത് ദൈവമാതാവ് എന്ന് പറയുന്നത് അനാദിയിൽ ദൈവത്തെ, പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചു എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ ശിശു ദൈവമായതുകൊണ്ടും പ്രസവിച്ചത് ദൈവത്തെ ആയതുകൊണ്ടും ആ ദൈവത്തെയും മനുഷ്യനെയും വേർതിരിക്കാൻ പറ്റാത്തവണ്ണം ആയതുകൊണ്ടും അവൾ ദൈവമാതാവാണ്.
ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം. അപ്പോൾ എന്തുകൊണ്ടാണ് മറിയം ദൈവമാതാവല്ല എന്ന് പറയുന്നവർ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരൊക്കെ മറിയം ദൈവമാതാവല്ല എന്ന് പറയുന്നതിന് കാരണം അവർ അടിസ്ഥാനപരമായി യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെയും പൂർണ്ണ മനുഷ്യത്വത്തെയും അംഗീകരിക്കാത്തത് കൊണ്ടാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് എന്നുള്ള വസ്തുതയെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് മറിയത്തെ ദൈവമാതാവെന്ന് അംഗീകരിക്കാത്തതിന് കാരണം. നമ്മളടുത്ത് പറയും മുട്ടത്തൊണ്ടാണ്, വാടക ഗർഭമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനടിസ്ഥാനപരമായ കാരണം എന്താ? ഇവർക്ക് പലയിടത്തും തെറ്റുപറ്റും. പലയിടത്തും തെറ്റുപറ്റുന്നത്, ഒരിക്കലേ ക്ലബ് ഹൗസിൽ നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ തോൽപ്പിക്കാൻ വേണ്ടി പെന്തക്കോസ്തുകാർ ഒരുമിച്ച് കൂടിയിട്ട് ഗ്രൂപ്പ് ഇട്ടു. അവരേതൊക്കെ വഴിക്ക് പോയെന്ന് അവർക്ക് തന്നെ അറിഞ്ഞോളൂ. ഒരാൾ പറഞ്ഞു, പരിശുദ്ധ തൃത്വത്തിൽ മനുഷ്യനായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. അതാണ് ആദ്യം പറഞ്ഞൊരു ആർഗ്യുമെന്റ്. കാരണം മറിയത്തിന് ശരീരം സ്വീകരിച്ചു മനുഷ്യനെന്ന് പറയാൻ പാടില്ല. അപ്പൊ അതിനത് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പരിശുദ്ധ തൃത്വത്തിൽ മനുഷ്യനായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു, അനാദിയും ഉണ്ടായിരുന്നു. തൃത്വത്തിൽ എത്ര സത്തയുണ്ട്? എത്ര സത്തയുണ്ട്? ഒറ്റ സത്തയുള്ളൂ, ദൈവിക സത്ത. യേശുക്രിസ്തു, മനുഷ്യനായ യേശുക്രിസ്തു അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ മാനുഷിക സത്ത വരില്ലേ? അപ്പൊ രണ്ട് സത്തയായില്ല, അപ്പൊ തൃത്വമായോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യസത്തയും ദൈവസത്തയും ഒരുമിച്ച് യാതൊരു ബന്ധവുമില്ലാതെ ഉണ്ടായിരുന്നു. അതിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് ആദത്തിനെ സൃഷ്ടിച്ചത്. വരാനിരിക്കുന്നതിന് പ്രതിരൂപമാണ് ആദം എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചു വരുന്നത് യേശുക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെ വിളിക്കൊണ്ടിരിക്കുകയാണ്, തൃത്വത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഞാൻ തൃത്വം വേറെ ക്രിസ്റ്റോളജി വേറെ എന്ന് പറയാൻ കാരണം. ഹല്ലേലൂയ. അപ്പൊ പറയാണ് ക്രിസ്തു വരാനിരിക്കുന്നവന്റെ, ആദം വരാനിരിക്കുന്നതിന്റെ പ്രതിരൂപമാണ്. വരാനിരിക്കുന്നവനാണ്. എന്താ കാരണം? സമയത്തിന് പുറത്താണ് ദൈവം. ഈ മനുഷ്യനായ യേശുക്രിസ്തു വരുന്ന ദൈവത്തിനറിയാം. അപ്പൊ അതിന്റെ പ്രതിരൂപത്തിലാണ് ആദം. അതാണ് വരാനിരിക്കുന്നതിന്റെ പ്രതിരൂപമാണ്. നമ്മൾ നേരെ തിരിച്ചല്ലേ പറയാം. പക്ഷെ പൗലോസ് ഇങ്ങനെ പറയുന്നത് വരാനിരിക്കുന്ന പ്രതിരൂപമാണ് ആദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഒരു ആർഗ്യുമെന്റ്. ഈ മറിയത്തിന്റെ ദൈവമാതൃത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാ വന്നത്. മറ്റൊരാൾ പറഞ്ഞതാണ് യേശുക്രിസ്തു ദൈവമാണ്, മനുഷ്യനാണ്, യാതൊരു ബന്ധവുമില്ലാത്ത ദൈവ മനുഷ്യനാണ്. മറിയത്തിന്റെ ശരീരം സ്വീകരിച്ചു, പക്ഷെ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദൈവം വേറെ സെപ്പറേറ്റ് നിന്നു എന്നുള്ളൊരു ആർഗ്യുമെന്റ്. അപ്പൊ ക്രിസ്തുവിന്റെ മാത്രം അമ്മയാണ് മറിയം. അതായത് മനുഷ്യന്റെ മാത്രം, ദൈവത്തിന്റെ അല്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? അത് നെസ്തോറിയനിസം എന്ന് പറയുന്ന ഹെരസി. അവിടെ എന്താ സംഭവിക്കുന്നത്? ഉള്ളിലുള്ള ദൈവത്തെ രണ്ടാക്കി മാറ്റി, യേശുക്രിസ്തുവിനെ രണ്ടാക്കി മാറ്റി. ഇത്ര ഭാഗം മനുഷ്യൻ, ഇത്ര ഭാഗം ദൈവം. ദൈവമായിട്ട് യാതൊരു ബന്ധം അറിയത്തിനില്ല, മനുഷ്യനായിട്ട് മാത്രം ബന്ധം. അതാണ് ക്രിസ്തു മാതാവ്, മനുഷ്യ മാതാവ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. അത് സോനോസിലെ സഭ തള്ളിക്കളഞ്ഞു. സഭ തള്ളിക്കളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇത് പൊട്ടുകയാണ്. ഏതാ? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അതാണ് രണ്ടാക്കി മാറ്റിയ യേശുക്രിസ്തുവിനെ. അപ്പൊ അവരെ സംബന്ധിച്ചോളം യേശുക്രിസ്തു ആരാണ്? ഉറങ്ങുമ്പോഴും ചിരിക്കുമ്പോഴും കരയുമ്പോഴും മനുഷ്യൻ. അത് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഒരു ഡിബേറ്റിനെ ക്രിസ്ത്യൻ ലോറൻസ് പാസ്റ്റർ ഡിബേറ്റ് ചെയ്തത്. അദ്ദേഹം വേറെ ആൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഡിബേറ്റ് ചെയ്തത്. ആ ഡിബേറ്റിന് പോയി. അപ്പൊ നമുക്കിതിനെ പറ്റി അറിഞ്ഞൂടാ. അപ്പൊ അവർക്ക് എളുപ്പത്തിൽ കത്തോലിക്കനെ തോൽപ്പിക്കാവുന്ന കോൺഫിഡൻസ് ഉള്ള വിഷയമാണ് മാതാവ്. കത്തോലിക്കനുമായി ഡിബേറ്റിന് പോകുമ്പോൾ അവരെന്താ നമുക്ക് എടുക്കാം, മാതാവ് എടുക്കാം, എന്താ ശരിയല്ലേ? ശരി. ആ ഒരു കോൺഫിഡൻസ്. കാരണം ബൈബിളിൽ പല കാര്യങ്ങളും രക്ഷാകരമായ കാര്യം പറയുമ്പോൾ മാതാവിനെ പറ്റി നിശബ്ദമാണ്. ഇപ്പൊ നമ്മൾ ഓരോ വിഷയം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ലേ, പൂർണ്ണ മനുഷ്യനല്ലേ,
വിഭജിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കുടുങ്ങിപ്പോയി, വട്ടം കറങ്ങി, അതിന് പെട്ടു. അപ്പോ ഒരാൾ പറഞ്ഞു, യേശു ക്രിസ്തു മനുഷ്യനല്ല, നമ്മെ പോലെ മനുഷ്യനാണ് യേശു ക്രിസ്തു അല്ല. കാരണം മനുഷ്യനാണെന്ന് പറഞ്ഞാൽ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരും, അല്ലാണ്ട് മനുഷ്യൻ എവിടെ നിന്നാവണേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിനെ ഉപേക്ഷിച്ചു. കുറെ ആൾ കഴിഞ്ഞപ്പോ വേറൊരാൾ പറയാണ്, അതും അവരുടെ വർഗീസ് സാമുവൽ പാസ്റ്റർ, ഞാൻ പേരെടുത്ത് പറയാം, ദൈവം പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു ദൈവമല്ല, മനുഷ്യനാണ്, മനുഷ്യൻ മാത്രമാണ്. പ്രശ്നം തീർന്നല്ലേ? കുരിശിൽ മരിച്ച യേശു ക്രിസ്തു ദൈവമാണോ? അല്ല, മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് സന്തോഷമായി, മുസ്ലിങ്ങൾ ആഘോഷത്തോടെ ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? യേശു ക്രിസ്തുവിനെ കുരിശിൽ കിടക്കുമ്പോൾ ദൈവം വിട്ടുപോയ തരം മനുഷ്യൻ മാത്രമാണ് യേശു ക്രിസ്തു. അങ്ങനെ ഇടയ്ക്ക് ദൈവം വരികയും പോവുകയും ചെയ്യാന്ന് പറയും. മനുഷ്യൻ മാത്രമായി ഭൂമിയിൽ ജീവിച്ചു, ഉറങ്ങി, കരഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വെച്ചൊരു ആർഗ്യുമെന്റ്, കാരണം ഇവർക്ക് മറിയത്തിനെ വാടകഗർഭധാരണമാക്കണം അല്ലെങ്കിൽ മുട്ടത്തുണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നഷ്ടപ്പെട്ടു പോയത് ആരെയാ? യേശുവിനെ. അതാണ് പ്രത്യേകത. യേശു ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോണ, അല്ലാതെ മറിയത്തിനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പരിശുദ്ധ മറിയം ദൈവമാതാവിനെ കർത്താവിന്റെ അമ്മ എന്ന് പറയുന്ന വചനം എലിസബത്ത് പറഞ്ഞത് ഇത്രയും ആഴത്തിലാണെന്നുള്ള വസ്തുത സഭ മനസ്സിലാക്കിയത് ഈ വിഷയം പഠിച്ചു വന്നപ്പോഴാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക സൗഹൃദാക്കന്മാരിലൂടെ. അപ്പൊ അതുവരെയും എന്നല്ല, ഇപ്പോഴുള്ള പല പെന്തോസുകാർ ഇത് വഹിക്കും, കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞ അവരെ ഉദ്ദേശിക്കുന്നത് മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ അമ്മ, ആ ഒരു തലത്തിൽ മാത്രം. ഇതിന് ഇത്രയും ആഴമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കപ്പെടുന്നത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്. സഭാ ചരിത്രത്തിൽ സഭ അതിന് പഠിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി പരിശുദ്ധ കന്യക മറിയം നിത്യകന്യകയാണ്, നിത്യകന്യകയാണ്. ഈ ഒരു വിഷയം നമ്മൾ ധ്യാനിക്കാൻ പോകാം. ഇത് എവിടെ നമുക്ക് കാണാൻ സാധിക്കുക? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 26 മുതലുള്ള വചനങ്ങളിലാണ് ഈ ഒരു വിഷയം കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം പറയുന്നത്, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. വിവാഹ നിശ്ചയം കഴിഞ്ഞു, അവൾ കന്യകയാണ്. 2 പോയിന്റ്. കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച ചെക്കൻ്റെ പേര് ജോസഫ്. ഇനി 34-ാമത്തെ വചനത്തിൽ മറിയം ചോദിക്കുകയാണ്, ദൂതനോട് ഇങ്ങനെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മറിയമോട് നുണ പറഞ്ഞു. പുരുഷനെ അറിയാലോ. ആരെ കല്യാണം കഴിക്കാൻ പോണത്? മുകളിൽ എന്താ പറഞ്ഞത്? ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ മറിയോട് പറയാൻ എനിക്ക് പുരുഷനെ അറിയില്ല. ഒരു കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ട് നമ്മൾ ചെന്ന് പറയാണ്, മോളെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നല്ലൊരു ചെക്കനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയൂ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന വാക്ക് അവൾ പറയൂ. കല്യാണം ചെയ്ത് കഴിഞ്ഞ പെൺകുട്ടി പറയൂ? പറയില്ല. അപ്പോ എന്തുകൊണ്ടാണ് മറിയം ഇങ്ങനെ പറയാൻ കാരണം? അതറിയണമെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകണം. ഇവിടെ പറഞ്ഞ വചനം എന്താ? വിവാഹ നിശ്ചയം ചെയ്തിരുന്ന അടുത്ത വാക്ക് കന്യകയുടെ അടുത്ത്. അപ്പൊ യഹൂദന്മാരുടെ നിയമപ്രകാരം എന്താണ് ഈ കന്യക? സംഖ്യയുടെ പുസ്തകം 30-ാമത്തെ അധ്യായം, അതിലെ സ്ത്രീകളുടെ നേർച്ചയെ പറ്റി. എന്താണ് സ്ത്രീയുടെ നേർച്ച? ഈ നേർച്ച പ്രകാരമാണ് ഏതെങ്കിലും യുവതി, സംഖ്യ 30:3, ഏതെങ്കിലും യുവതി
രണ്ടാമത്തെ വാക്യം എന്നിട്ട് വായിക്കാം. ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തൻ്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം പാലിക്കണം. ഏതെങ്കിലും യുവതി പിതൃഗ്രഹത്തിൽ വെച്ച് കർത്താവിന് നേർച്ച ചെയ്യുകയും ശപഥത്താൽ തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയും തന്നെ കടപ്പെടുത്തിയ ശപഥത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചയും ശപഥത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ പിതാവ് അതിനെക്കുറിച്ച് കേൾക്കുന്ന ദിവസം തന്നെ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ നേർച്ചയും ശപഥത്തിന്റെ കടപ്പാടും അസാധുവായിരിക്കും. ഇനി അടുത്തത്, നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത് തന്നെ കടപ്പെടുത്തുന്ന ശപഥമോ ഉള്ള സ്ത്രീ വിവാഹിതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചയും ശപഥത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും. എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശപഥത്തിന്റെ കടപ്പാടും അവൻ അസാധുവാക്കുന്നു. കർത്താവ് അവളോട് ക്ഷമിക്കും. 10ാമത് വാക്യം, ഏതെങ്കിലും സ്ത്രീ ഭർത്തൃദേഹത്തിൽ വെച്ച് നേർച്ച തരികയോ ശപഥത്താൽ തന്നെ കടപ്പെടുത്തുകയും ചെയ്യുകയും അവളുടെ ഭർത്താവ് അത് കേൾക്കുമ്പോൾ വിലക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചയും ശപഥത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. 16ാമത്തെ വാക്യം, ഭർത്താവും ഭാര്യയും പിതാവും പിതൃദേഹത്തിൽ വസിക്കുന്ന കന്യകയും പാലിക്കണമെന്ന് മോശ വഴി കർത്താവ് കൽപ്പിച്ച നിയമങ്ങൾ ഇവയാണ്. സംഖ്യ 30 സ്ത്രീകളുടെ നേർച്ചയെ പറ്റി പറയുകയാണ്. എന്താ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ശരീരം കടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യവ്രതം, കന്യാവ്രതം നേരാണ്. അപ്പൊ ഒരു പെൺകുട്ടി അപ്പന്റെ വീട്ടിലെ ആയിരിക്കുമ്പോൾ കന്യാവ്രതം നേരാണ്. ഞാൻ എൻ്റെ ശരീരം ദൈവത്തിന് കടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ ആ കേൾക്കുന്ന ദിവസം ഇവർക്ക് അതിനുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ബോധമൊന്നും ആയിട്ടില്ല എന്ന് അപ്പന് തോന്നിയിട്ട് അപ്പൻ വിലക്കിയാൽ ആ ശബദം അസാധുവായി. വിലക്കിയില്ലെങ്കിൽ അത് സാധുവായി. ഇങ്ങനെ സാധുവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പെൺകുട്ടിയെ അടുത്ത ബന്ധുവിന് കല്യാണം കഴിച്ചു കൊടുക്കും. കാരണം അപ്പന് ശേഷം നോക്കണ്ടേ പെൺകുട്ടിയെ, കന്യകയെ. അപ്പൊ അടുത്ത ബന്ധുവിന് കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അന്ന് അവളിത് പറയണം, ഞാൻ ഇങ്ങനെ ശരീരം കന്യാവ്രതം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അത് കേൾക്കുന്ന നിമിഷം ഭർത്താവ് അതിനോട് സമ്മതം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നിശബ്ദമായിരിക്കുകയോ ചെയ്താൽ ആ കടമായിട്ട് നിന്നും അവൾ കന്യകയായി തുടരും. അല്ലാത്ത പക്ഷം ഭർത്താവ് സമ്മതിക്കുന്നില്ലെങ്കിൽ ആ ദിവസം തന്നെ 24 മണിക്കൂർ ഒരു ദിവസത്തിൽ പറയണം. ഭർത്താവ് സമ്മതിക്കുന്നില്ലെങ്കിൽ അവൾ ആ വ്രതം അവിടെ വെച്ച് കഴിഞ്ഞു. ഇതാണ് സ്ത്രീകളുടെ നേർച്ച. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല. ആ കാലഘട്ടത്തിലെ പുരുഷന്മാർക്ക് കുറെ പേരെ ബഹുഭാര്യത്വമുണ്ട്, കല്യാണം കഴിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കന്യകകളായിരിക്കുന്ന വ്യക്തികളെ അപ്പൻ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും? ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ നോക്കാനായി തലമുറയ്ക്ക് അടുത്ത തലമുറ എല്ലാ ബന്ധുവിനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഇങ്ങനെ അത് തുടരും. ഇതാണ് കന്യക. ഇതുപോലെ ജോസഫിനെ മറിയത്തിനെ കന്യകയായിരിക്കുന്ന സമയത്ത് വിവാഹ നിശ്ചയം ചെയ്ത കാര്യമാണ് എവിടെ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ഒരു സമ്പ്രദായം കന്യകയെ ആയിരിക്കുന്ന ഈ സമ്പ്രദായം അനുസരിച്ച് മറിയം ജോസഫുമായി വിവാഹ നിശ്ചയം കഴിയുമ്പോൾ അവൾ കന്യകയായി തന്നെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജോസഫും അത് തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൂതൻ ഈ കാര്യം പറഞ്ഞപ്പോൾ മറിയം എന്ത് പറഞ്ഞു? മറിയത്തിനറിയാം താൻ കന്യകയായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യകയാണ്. അതുകൊണ്ട് മറിയം എന്ത് പറഞ്ഞു ദൂതനോട്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇതേ ചോദ്യം ചോദിച്ച് സക്രിയ ഊമനായി തീർന്നെങ്കിൽ ഇതേ ചോദ്യം ചോദിച്ചാൽ മറിയത്തിന് തെറ്റില്ലാതിരിക്കുന്നത്. വിശ്വാസമില്ലാത്തത് കൊണ്ട് സക്രിയ ഊമനായി തീർന്നു. പക്ഷെ മറിയം ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അവിടെ യാതൊരു ശിക്ഷയും ലഭിക്കുന്നില്ല. കാരണം ഇതൊരു ജെനുവൻ ക്വസ്റ്റ്യനാണ്. ഇത് സഭയിൽ തുടരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.
4 കന്യകളുടെ പിതാവായ പീലിപ്പോസിനെ കുറിച്ച്, ഡീക്കനായ പീലിപ്പോസ്, അവർക്ക് 4 കന്യകളായ പെൺമക്കളുണ്ടായിരുന്നു. ഇതേപോലെ 4 കന്യകളായ പെൺമക്കളുണ്ടായിരുന്നു. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 7:36 തിരുവചനം, അതൊരിത് വായിച്ചു നോക്കി. 1 കൊരിന്ത്യർ 7:36 തിരുവചനം. സഭയിൽ ഈ നിയമം വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. എന്താണ് ആ പ്രശ്നം? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭാര്യത്വം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പുരുഷൻ ഒരു കന്യയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെയും പെൺകുട്ടികളെ കല്യാണം കഴിക്കാം അയാൾക്ക്. പക്ഷെ നമ്മുടെ സഭയിലെത്തിയപ്പോഴോ ഒരു പുരുഷന് ഒരു സ്ത്രീയെ പാടുള്ളൂ. അത് കല്യാണം കഴിക്കുമ്പോൾ കന്യകയായി പോയി, കന്യകനെ കല്യാണം കഴിച്ച്. അവൻ എന്ത് ചെയ്യും? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ ആത്മസമയം നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം പൗലോസിലേക്ക് കൊടുക്കുന്നതാണ് 1 കൊരിന്ത്യർ 7:36 ഒരുവന് തൻ്റെ കന്യകയോട് സംയമനത്തോട് പെരുമാറാൻ സാധിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിന്റെ വസന്തം പിന്നിട്ടുള്ളെങ്കിലും അനിവാര്യമെങ്കിൽ അവന്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ, അവർ വിവാഹം കഴിക്കട്ടെ. മുമ്പ് പറഞ്ഞ നിയമം എന്തായിരുന്നു? ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ പറയണം, ഞാൻ കന്യകയായി കന്യാവ്രതം പാലിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ്. ഭർത്താവ് എന്ത് പറയണം? യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ, അന്ന് പറയണം. പിന്നെ ഒരു ഇതില്ല. പിന്നെ ഭർത്താവ് എന്തെങ്കിലും വേറെ കല്യാണം വെച്ചോ, ഇവിടെ തൊട്ടുപോകരുത്. അതാണ് യഹൂദ നിയമം. എന്നാൽ ഇവിടെ നല്ല, ഇവിടെ ഒരു പുരുഷനൊരു സ്ത്രീയേ ഉള്ളൂ, ഒരു കന്യകയെ കല്യാണം കഴിച്ചു. അപ്പൊ ഈ നിയമം ബാധകമാക്കാൻ പറ്റുമോ? അപ്പൊ പറയാണ്, യൗവനത്തിന്റെ വസന്തം പിന്നിട്ടോളെങ്കിലും അനിവാര്യമെങ്കിൽ അവന്റെ ഹിതം പോലെ വിവാഹം കഴിക്കട്ടെ, അത് പാവമല്ല. എന്നാൽ ആത്മസമയം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തന്റെ കന്യകയായി തന്നെ തുടരാൻ സൂക്ഷിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവന്റെ പ്രവൃത്തി ഉത്തമമാണ്. തന്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു, വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ്. ഇതാണ് ഇതിന്റെ നിയമം. ഈ നിയമമാണ് പിന്നെ സാധാരണ സഭയിലെ കന്യാസ്ത്രീ ആയി മാറുന്നത്, കന്യാസ്ത്രീമാരായി മാറുന്നത്. ആദ്യകാലങ്ങളിൽ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കന്യാസ്ത്രീ ഒരു പള്ളിയിലെ ചെറുപ്പം തമ്മിൽ കല്യാണം കഴിക്കും. 2 പേരും ബ്രഹ്മചര്യം പാലിച്ച് വീട്ടിൽ വസിക്കും. അത്രേ ഉള്ളൂ. അവർക്ക് വിവാഹം കഴിക്കണം തോന്നുകയാണെങ്കിൽ അവർ വിവാഹം കഴിക്കും സഭയിൽ. അങ്ങനെയായിരുന്നു. അത് പിന്നീട് എന്തായി മാറി? കന്യകകൾ ഒരുമിച്ച് കൂടി ഒരുമിച്ചായിരിക്കാനും ബ്രഹ്മചര്യം എടുത്ത പുരുഷന്മാർ ഒരുമിച്ചായിരിക്കാനും അങ്ങനെ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹായുടെ ദൗത്യത്തിലെ കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ദൗത്യത്തിൽ ഇതുപോലെ ശുശ്രൂഷിക്കുന്ന സ്ത്രീകളാണ്. ഹല്ലേലൂയ. ഈ ഒരു വിഷയം ഇതൊന്നും മനസ്സിലാവാത്ത കാരണം കൊണ്ട് എന്ത് സംഭവിച്ചതറിയോ? TPM എന്നൊക്കെ പറയുന്ന പെന്തോസ് വിഭാഗങ്ങളുണ്ട്. അവരുണ്ടായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ഇതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് അറിയാത്തത് കൊണ്ടേ ഒരു പുരുഷനും ഒരു സ്ത്രീയും കല്യാണം കഴിക്കും, പാസ്റ്ററായിട്ട് നടക്കും, കന്യയായിട്ട് ഈ പെണ്ണും കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടാവും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പാസ്റ്റർ ഈ സ്ത്രീയെ ഉപേക്ഷിക്കും. അവൾ കന്യകയാവാനും ഇവൻ ബ്രഹ്മചരി അവനും ജീവിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഒരുമിച്ച് ജീവിച്ച പ്രശ്നമാവില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ പെണ്ണൊരുത്തി വേറെ പാസ്റ്ററുടെ വീട്ടിൽ പോയി നിൽക്കും, ആ പാസ്റ്ററുടെ ഭാര്യ ഇയാളൊപ്പം നിൽക്കും. 2 പേരും കന്യകയും ബ്രഹ്മചരിയായിട്ട് ജീവിക്കാൻ പരിപാടിയാണ്. ചിലപ്പോൾ വേറെ ആൾക്കടുത്തേക്കും പോയിണ്ടാവുക. അവരോട് തൊഴിലാന്ന് തീരുമാനം എടുത്തിട്ട് ഇതിനിടയിൽ മക്കൾ വിട്ടുപോവാണേ. മക്കൾക്ക് അപ്പനമ്മയില്ലാതെയായി പോയി. അങ്ങനെ അടുത്ത തലമുറയ്ക്ക് എത്തിയപ്പോൾ അതിൽ നിന്ന് നല്ലൊരു നിരീശ്വരവാദി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ക്ലബ് ഹൗസിലൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഞാൻ പേര് പറയുന്നില്ല, പരസ്യം ചെയ്തിട്ടുണ്ട്. ഇവന്റെ അവസ്ഥ എന്താ? ഈ വചനത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാവാത്തത് കൊണ്ട് കുടുംബം അങ്ങോട്ട് ചിതറിപ്പോവാണ് ഇന്നത്തെ തലമുറയിലെ. അതാണ് സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. പാരമ്പര്യത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവാതെ ഇപ്പോൾ ഉള്ളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പ്രാവർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ എന്താ? ശ്രീലങ്കയിൽ പുലി ഇറങ്ങി 1999 പത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ മോൻ പത്രം വായിച്ചിട്ട്
അമ്പോ ശ്രീലങ്കയിൽ നിറച്ച് പുലികളാണല്ലോ എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? ഇതേപോലെ ബൈബിൾ വായിക്കണത്. ഈ വചനം എടുത്ത് വായിച്ചിട്ട് ചെയ്ത് കൂട്ടിയ പരിപാടിയാണ്. ആ കുടുംബങ്ങളുടെ സ്ഥിതി എന്താ, മക്കളുടെ സ്ഥിതി എന്താ, ഇവരുടെ ആത്മീയ ജീവിതം എന്താ? അവർ കന്യാസ്ത്രീകളെ പോലെ വേഷമൊക്കെ ധരിച്ച് വെള്ളമൊക്കെ ധരിച്ച് നടക്കും കൂട്ടത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധ കന്യകമാർ നിത്യകന്യകയാണെന്നുള്ളതിന്റെ പശ്ചാത്തലം. സഭയ്ക്ക് സംശയമൊന്നുമില്ല, അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് അവരുടെ ജീവിത കാലഘട്ടം. നമുക്കാണ് ഇപ്പൊ സംശയം. ഈ കാലഘട്ടത്തിൽ മറിയം കന്യകയായിട്ട് എങ്ങനെ ജോസഫിന്റെ കൂടെ ജീവിക്കും? ഇപ്പൊ ഇരുന്ന് ആലോചിക്കാണ്. അവരുടെ സംസ്കാരം എന്താന്ന് മനസ്സിലാക്കാതെ ഇപ്പൊ ഇരുന്ന് വിടുന്ന ആലോചിക്കുക. നമ്മൾ വിടുന്നിട്ട് എന്നിട്ട് നമ്മൾ തീരുമാനിക്കാണ് പ്രസവിക്കുന്നത് വരെ അവൻ അവൾ അറിഞ്ഞില്ല എന്നിട്ട് ഇവര് പറയാൻ അതിനുശേഷം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവര് തീരുമാനിക്കണത് വചനം വായിക്കണമെന്നാണ്. വ്യാഖ്യാനം ഇങ്ങനെയായിരിക്കുന്നത്. ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരു ഭാഗമുണ്ട്, മരിക്കുന്നത് വരെ മിക്കാലിന് മക്കളുണ്ടായില്ല. അപ്പൊ മരിച്ചതിന് ശേഷം മക്കളുണ്ടായോ? ഈ വരെ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അത് സെമിറ്റിക് ഭാഷയിലത്തെ ഒരു പ്രയോഗ. അതിനർത്ഥം അതുവരെ എന്നർത്ഥമുള്ളൂ. അതിന് ശേഷം എന്താണെന്ന് പറയുന്നില്ല. അതുവരെ എന്നതിനെ സ്ട്രെസ്സുള്ളൂ. അതിന് ശേഷം എന്താണെന്നുള്ളതിന് സ്ട്രെസ്സില്ല. പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറിയത്തെ കുറിച്ച് ഈശോ ജനിക്കുന്നത് ജോസഫിൽ നിന്നല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. അതിന് ശേഷം എന്താണെന്നുള്ളത് അവിടെ യാതൊരുവിധ അർത്ഥമില്ല. അതാണ് ആ ഭാഷയുടെ പ്രത്യേകത. ഭാഷയിൽ അങ്ങനെ. മലയാളത്തിൽ ഇങ്ങനെയായിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അടുത്ത തന്നെ പരിശുദ്ധ കന്യകമറിയം അമലോത്ഭവയാണ്. ഇത്രയും വിഷയം കടന്നു വന്നപ്പോൾ പിന്നെ ആലോചിക്കുകയാണ്, മറിയത്തിന്റെ ഉദരത്തിൽ ദൈവം വന്ന് വസിക്കണമെങ്കിൽ ആ മറിയം ആയിരിക്കുന്ന ആ മറിയം എന്ന് പറയുന്ന വ്യക്തിയിൽ പാവം പാടില്ലല്ലോ. ദൈവം ഇരിക്കുന്ന സ്ഥലമല്ലേ. സങ്കീർത്തനം 92 പറയുന്നത് എന്താണ്? അങ്ങേ ആലയം അതിനടുത്ത് വായിക്കാം. പരിശുദ്ധി അങ്ങേ ആലയത്തിന് ഏറ്റവും അനുയോജ്യമാണ്. അതല്ലേ പറയുന്നത്? സങ്കീർത്തനം 93 5 വാക്യം, കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്ക് യോജിച്ചതാണ്. അപ്പൊ കർത്താവിന്റെ ആലയമായി മാറാൻ പോകുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ പരിശുദ്ധി എന്നേക്കും യോജിച്ചതാണ്. കാരണം എന്താ? ദൈവം അവളുടെ ഉദരത്തിൽ 9 മാസമാണ് ജീവിക്കാൻ പോകുന്നത്. അത് അശുദ്ധമായെടുത്ത് വസിക്കില്ല, പരിശുദ്ധമായെടുത്ത് നിൽക്കൂ. സഭയിൽ വളരെയധികം ഡയലോഗ്സ് ഇതിന് വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ വളരെയധികം ഡയലോഗ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരു കൂട്ടർ എന്ത് പറയും? മറിയം പരിശുദ്ധയാണ്, അമലോത്ഭവയാണ് എന്ന് പറയും. അപ്പൊ മറു കൂട്ടർ എന്ത് പറയും? മറിയം അമലോത്ഭവയല്ല എന്ന് പറയും. അത് ഏത് കാലഘട്ടം വരെ തീർന്നിച്ചു? 1854 വരെ തീർന്നിച്ചു. മാർപ്പാപ്പ പ്രഖ്യാപിച്ചു അമലോത്ഭവയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ സഭയിൽ ഈ വിഷയം തർക്ക വിഷയമാണ്. തോമസ് അക്വീനസിനെ പോലുള്ളവര് മറിയം അമലോത്ഭവ അല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. എന്നാൽ ഇതിനു മുമ്പേ കേരളത്തിൽ വന്ന അർണോസ് പാതിരി എന്ന മിഷണറി 1730കളിൽ രചിച്ച പുത്തൻ ബാനയിൽ ജന്മഭാവമില്ലാതെ ജനിച്ച മറിയം എന്ന് പറയുന്നുണ്ട്, മറിയത്തെ പറയുന്നുണ്ട്. അതിന് 100 വർഷത്തിന് ശേഷമാണ് മറിയം അമലോത്ഭവയാണെന്ന വിശ്വാസ സത്യം 1954 സഭ പ്രഖ്യാപിക്കുന്നത്. സഭ അത് കണ്ടെത്തി. സഭ മാർപ്പാപ്പ അത് പ്രഖ്യാപിച്ചു. തൻ്റെ തെറ്റാവരം അപ്രമായത്ത് ഉപയോഗിച്ച് പ്രഖ്യാപിച്ചു. അതിനുശേഷം 1869 ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിക്ക്, ഭരണതീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ വികാരിച്ചൻ ചോദിച്ചു, എന്താണ് അവളുടെ പേരെന്ന് പോയി ചോദിച്ചിട്ട് വാ, നിനക്ക് ഓരോ തോന്നലുണ്ടാവുന്നതാണ്, സ്വപ്നങ്ങൾ ഉണ്ടാവുന്നതാണ് എന്നൊക്കെ പറയാം. ഭരണതീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാതാവിന് ചോദിച്ചു, എന്താ പേര്?
ഞാൻ അമലോത്ഭവയാണ്, ലേഡി മാക്കുലറ്റ്. ഈ പേരാ പറഞ്ഞത്. 1854 മാർപ്പാപ്പത്ത് പ്രഖ്യാപിച്ചെങ്കിലും ആത്മായരായ ആളുകൾ, സാധാരണക്കാരൊന്നും ഇത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അത് അവരുടെ തിയോളജിയിൽ കുറെ സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് മാർപ്പാപ്പ എന്തോ പ്രഖ്യാപിച്ചു. അതിന് നമുക്കെന്ത് ബന്ധം? സാധാരണ കർഷകരായ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്നും ഒരു വിഷയമല്ല. ആ പെൺകുട്ടി എന്ന വികാരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടായി. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു, ദർശനമുണ്ടായി. ആ സ്ത്രീയുടെ പേര് അമലോത്ഭവയാണ് എന്നാ പറഞ്ഞത്. അമലോത്ഭവ എന്നാണുള്ള പേര് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ വൈദികൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? തിയോളജി ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമുള്ള ഒരു വിഷയമാണ് ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടി, എട്ടും മുട്ടും തിരിയാത്തൊരു പെൺകുട്ടി വന്ന് പറഞ്ഞത്. ലേഡി മാക്കുലേറ്റ് എന്നാണ് അവളുടെ പേരെന്ന്. അതെങ്ങനെ സംഭവിച്ചു? അതുവരെ അവളെ പരിഹസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരുന്ന പുരോഹിതൻ അവിടെ സ്തബ്ധനായി. മെത്രാനെടുത്തി കൊണ്ടുപോയി. മെത്രാനോട് അവള് ഭരണജിത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ലൂർദിലെ പ്രത്യക്ഷീകരണത്തിന് ഇത്രയും വിലയുണ്ടായത്, അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് മറിയം അമലോത്ഭവയാണെന്നുള്ള വിശ്വാസ സത്യം തിയോളജി കോളത്തിൽ ഒതുങ്ങിക്കൂടിയാൽ മാത്രം പോരാ, അത് സകല മനുഷ്യരും വിളിച്ചു പറയണമെന്ന് സ്വർഗം തീരുമാനിച്ചു. മാർപ്പാപ്പ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അത് വിശ്വാസ സത്യമാവുന്നുള്ളൂ. വിശ്വാസ സത്യം ആദ്യം തീരുമാനിക്കേണ്ടത് മാർപ്പാപ്പയാണ്. ഇപ്പൊ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രത്യക്ഷീകരണം വന്നു എന്ന് കരുതുക. സഭ പറയും, എന്താ പറയാന്നറിയാമോ? ഇത് വിശ്വാസ സത്യമല്ല, ഉള്ള കാര്യമല്ല, അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണം തെറ്റാണെന്ന് പറയും സഭ. പക്ഷെ അത് പ്രഖ്യാപിച്ചതിന് ശേഷം 15 വർഷത്തിന് ശേഷം ഇത് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകും. അതായത് 1854 ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഭരണതീത്ത ജനിക്കുന്നേ ഉള്ളൂ. ആ പെൺകുട്ടിയാണ് 1869 എത്തുമ്പോൾ മറിയം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഒരു വിശ്വാസത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് സഭയിലെ ദൈവജനം ആഘോഷിക്കണമെന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഈ വിഷയം 1854 വിശ്വാസ സത്യമായിട്ട് ഡോക്യുമായിട്ട് നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നില്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാകാൻ പോകില്ല. ഹല്ലേലൂയ. ഇതാണ് അമലോത്ഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതിനു മുമ്പ് 2 വാദക്കാരുണ്ടായി. അടുത്തത് പരിശുദ്ധ കന്യാമറിയം സ്വർഗാരോപിതയാണ്. എന്താണ് വിശ്വാസ സത്യം? ആദ്യകാലങ്ങളിലൊന്നും ഇതൊരു വിഷയമായിട്ട് അവതരിപ്പിക്കേണ്ടി വന്നിട്ടില്ല. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹമൊക്കെ പരിശുദ്ധ കന്യാമറിയത്തിന് പറയുന്നത് ഉറക്കത്തിരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ആഘോഷത്തെ പറ്റി. ഉറക്കത്തിരുന്നാൾ സഭയിൽ അങ്ങനെയൊക്കെ ആഘോഷിച്ചിരുന്നു. മറിയം ഉറങ്ങുന്നു, മരിക്കുന്നു, മരിച്ചിട്ട് മാലാഖമാര് മറിയത്തെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. അതാണ് മറിയത്തിന്റെ ഉറക്കത്തിരുന്നാൾ എന്ന് പറയുന്ന ആഘോഷത്തിന്റെ ദിവസം. പിന്നീട് സഭാചരിത്രത്തിൽ ഇതിനെതിരെ മറിയം സ്വർഗാരോപിതയല്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കടന്നു വന്നപ്പോൾ വളരെ അടുത്ത് 1950 ഓഗസ്റ്റ് 15 സഭ പ്രഖ്യാപിച്ചു മറിയം സ്വർഗാരോപിതയാണ്, അപ്രമായത്തിൽ പ്രഖ്യാപിച്ചു. ഇതിനുള്ള അടയാളം ബൈബിളിൽ എവിടെയാണ്? അത് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. മറിയത്തിന്റെ അമലോത്ഭവത്തിന് അടയാളം അതൊന്നും പറയാലോ. ആ വചനം ലൂക്ക 1-ാം അധ്യായത്തിലെ 38-ാമത്തെ വചനത്തിൽ പറയാം, ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ ഒരു വ്യക്തിയിൽ നിറയണമെങ്കിൽ ആ വ്യക്തിയിൽ അത്രയധികം അഭിഷേകം ഉണ്ടാവണം. അതാണ് അമലോത്ഭവത്തിൽ ദൈവകൃപ നിറഞ്ഞവൻ. ഇതേ പദം ഗ്രീക്കിലുള്ള ഇതിന്റെ തുല്യമായ പദം പിന്നെ കാണാൻ സാധിക്കും. എഫേസ്യസ് 1:6 അവിടെ പറയുന്നത് മാമോദിസയിൽ ലഭിക്കുന്ന ദൈവകൃപയുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് അമലോത്ഭവത്വം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ 4 ഡോക്യുമെന്റ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞത്. പരിശുദ്ധ അമ്മയോട് കൂടെ ഇന്ന ദിവസമായിരുന്നു. ദൈവരാജ്യം ഇതാ കർത്താവിന്റെ ദാസനിന്റെ വാക്കിന് നിറവേറട്ടെ. ദൈവവചനം അവളിൽ ആവർത്തിച്ചു. വാഗ്ദാന പേടകം
കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ എത്ര ഭാഗ്യവതി. ക്രിസ്റ്റോളജി, ഇപ്പോൾ ഇതാ മരിയോളജി നമ്മൾ ധ്യാനിച്ചു. ദൈവകൃപ നിറഞ്ഞവൻ.